അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരിഖുൽ ഇസ്ലാം, അതിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പാഠങ്ങൾ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് താരിഖുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് വായിക്കാം. അൽ വഹദത്തു സാദിസ, 6ാമത്തെ പാഠം, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അപ്പം ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. സ്വാദിഖ്: ഉസ്താദേ, ഒരു സംശയമുണ്ടായിരുന്നു. ഉസ്താദ് പറയൂ. സ്വാദിഖ്: ഒരാൾക്ക് എത്ര ഭാര്യമാരെ വിവാഹം ചെയ്യാം? ഉസ്താദ്: നിബന്ധനകൾക്ക് വിധേയമായി ഒരേ സമയം 4 പേരെ വിവാഹം ചെയ്യാം. സ്വാദിഖ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽ പെട്ടതാണ്. അവിടുന്ന് മറ്റുള്ളവരെ പോലെയല്ല. ലസ്തു മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആലയുടെ കൽപ്പനയനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും പ്രവർത്തനങ്ങളുമെല്ലാം. അവിടുന്ന് പാപസുരക്ഷിതനാണ്. തെറ്റായ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്തത് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ 2 വിവാഹം കഴിഞ്ഞ വിധവയും 4 കുട്ടികളുടെ ഉമ്മയുമായിരുന്നു. വിവാഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25ഉം ഖദീജ ബീവിക്ക് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും സൽഗുണങ്ങളും മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു അൻഹ നഫീസത്ത് ബിന്ത് മുനബ്ബിഹിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം ചെയ്യാത്തതിന്റെ കാര്യം അന്വേഷിച്ചു. സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. ചെലവൊന്നും വഹിക്കാതെ ഉന്നത തറവാട്ടുകാരിയും ശ്രേഷ്ഠയും അനുയോജ്യയുമായ ഒരാളെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ എന്ന് അവർ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം അറിയിക്കുകയും ഖദീജ ബീവിയുമായുള്ള വിവാഹം നടക്കുകയും ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം സൗദ ബിന്ത് സമുഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹ വിധവയും 6 കുട്ടികളുടെ മാതാവുമായിരുന്നു. ഹബശയിലേക്ക് ഹിജ്റ പോയ സംഘത്തിൽ അവരും ഉണ്ടായിരുന്നു. ഇസ്ലാമിനു വേണ്ടി വലിയ ത്യാഗം സഹിച്ച ആ കുടുംബത്തെ സംരക്ഷിക്കലായിരുന്നു ഈ വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു. 9ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം ജീവിതം ആരംഭിച്ചത്. അവർ ബുദ്ധിമതിയും ചെറുപ്പക്കാരിയുമായിരുന്നു. മിക്ക ശർഈ നിയമങ്ങളും അവതീർണമായ സമയത്ത് അല്ലാഹു തആല അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാക്കി കൊടുത്തത് ദീനീ വിജ്ഞാനം ലോകത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. അക്കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചൂണ്ടി അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ദീനിന്റെ പകുതി ഇവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ദീർഘകാലം അവർ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യ ജീവിതത്തിലെയും മറ്റും ധാരാളം കാര്യങ്ങൾ അവരിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അവർ സ്വഹാബികളിൽ പ്രമുഖ പണ്ഡിതയായിരുന്നു. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള വിശ്വാസികളുടെയും എല്ലാ സ്ത്രീകളുടെയും അറിവുകൾ ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവ്. പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് വഫാത്തായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സമീപിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അവർ അത് സ്വീകരിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താൽപര്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു.
ബദർ യുദ്ധത്തിൽ ഷഹീദായ ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹായെ ഹിജ്റ 3-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഭർത്താവ് അബൂ സലമ വഫാത്തായപ്പോൾ ഉമ്മു സലമ ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഹിജ്റ 4-ാം വർഷമാണ് ഇത് നടന്നത്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ ഹാരിസിന്റെ മകൾ ജുവൈരിയ മുസ്ലിം സൈന്യത്തിന്റെ പിടിയിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട് അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് കാരണം ബനുൽ മുസ്തലിഖിലെ എല്ലാ ബന്ധനസ്ഥരും മോചിതരായി. സൈനബ് ബിൻത് ജഹഷിൻ റളിയല്ലാഹു അൻഹ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവർ തമ്മിൽ സ്വരചേർച്ചയില്ലാതായി. അദ്ദേഹം അവരെ വിവാഹമോചനം നടത്തിയപ്പോൾ അല്ലാഹു തആല അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതോടെ ദത്തുപുത്രന്മാർ സ്വന്തം മക്കളാണെന്ന പഴയ സമ്പ്രദായം അവസാനിക്കുകയും ചെയ്തു. ഹിജറയുടെ 5-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാന്റെ മകൾ റംല എന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തത്. ഭർത്താവിന്റെ കൂടെ അവർ ഹബിഷയിലേക്ക് ഹിജ്റ പോയതായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇതിനെ തുടർന്ന് നജ്ജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. ഭർത്താവായ അബൂ റഹം മരിച്ചതിനെ തുടർന്നാണ് ഹാരിസിന്റെ മകൾ മൈമൂന റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത്. ജൂതഗോത്ര തലവൻ ഹുബൈയ് ഇബ്നു അഹ്തബിന്റെ മകൾ സഫിയ്യ റളിയല്ലാഹു അൻഹ യുദ്ധത്തടവുകാരിൽ പെട്ടു. നേതാവിന്റെ മകൾ എന്ന നിലയിൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വീകരിക്കണമെന്ന് സ്വഹാബികൾ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ ജീവകാരുണ്യം, വിധവാ സംരക്ഷണം, പ്രബോധനം സുഗമമാക്കൽ, രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ കാരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശത്രുക്കൾ പോലും ഇതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയുണ്ടായിട്ടില്ല. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചാണ് പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിവാഹത്തിന്റെ കാരണങ്ങളും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നഹ്താറു സഹീഹ്. ശരിയായതിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന്റെ ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. ഓപ്ഷൻസ് നോക്കൂ. സൈനബ് റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ശരി ഉത്തരം 2-ാമത്തെ ഓപ്ഷൻ ഹഫ്സ റളിയല്ലാഹു അൻഹ. അപ്പൊ അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. 2. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ് നോക്കൂ. 40, 35, 25. ശരി ഉത്തരം 25. 3. സ്വഹാബികളിലെ പ്രമുഖ പണ്ഡിതയായിരുന്നു. ഓപ്ഷൻസ് നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ. ശരി ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. 4. നജ്ജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. ഓപ്ഷൻസ് നോക്കൂ. സഫിയ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, റംല റളിയല്ലാഹു അൻഹ. ശരി ഉത്തരം റംല റളിയല്ലാഹു അൻഹ. തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം നുജീബു ബികലിമത്തിൻ വാഹിദ. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക ആര്? ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. 2. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹദി. ഉത്തരം സൈനബ് ബിൻത് ജഹ്ഷിൻ റളിയല്ലാഹു അൻഹ. 3. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു ആരെ? ഉത്തരം സൗദ ബിൻത് സംആ റളിയല്ലാഹു അൻഹായെ. തദ്രീബാത്തിലെ 3-ാമത്തെ പ്രവർത്തനം നുബയ്യൻ വ്യക്തമാക്കാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ ബിൻത് സംഅയെ വിവാഹം ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം ഇസ്ലാമിനു വേണ്ടി വലിയ ത്യാഗം സഹിച്ച ആ കുടുംബത്തെ സംരക്ഷിക്കലായിരുന്നു ഈ വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശം.
രണ്ടാമത്തെ ചോദ്യം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാക്കി കൊടുത്തതിന്റെ ലക്ഷ്യമെന്തായിരുന്നു? ഉത്തരം, ദീനീ വിജ്ഞാനം ലോകത്തിന് കൈമാറുക എന്ന ലക്ഷ്യമായിരുന്നു. 3. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വിജ്ഞാനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം, നിങ്ങളുടെ ദീനിന്റെ പകുതി ഇവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 4. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ കുറിച്ച് ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം, ലോകത്തുള്ള വിശ്വാസികളുടെയും എല്ലാ സ്ത്രീകളുടെയും അറിവുകൾ ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹായുടെ അറിവ്. 5. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം, ജീവകാരുണ്യം, വിധവാ സംരക്ഷണം, പ്രബോധനം സുഗമമാക്കൽ, രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയായിരുന്നു. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്തത് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ 2 വിവാഹം കഴിഞ്ഞ വിധവയും 4 കുട്ടികളുടെ ഉമ്മയുമായിരുന്നു. വിവാഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25ഉം ഖദീജ ബീവിക്ക് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും സൽഗുണങ്ങളും മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു അൻഹ നഫീസത്ത് ബിന്ത് മുനബ്ബഹിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം ചെയ്യാത്തതിന്റെ കാര്യം അന്വേഷിച്ചു. സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. ചെലവൊന്നും വഹിക്കാതെ ഉന്നത തറവാട്ടുകാരിയും ശ്രേഷ്ഠയും അനുയോജ്യയുമായ ഒരാളെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ എന്ന് അവർ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം അറിയിക്കുകയും ഖദീജ ബീവിയുമായുള്ള വിവാഹം നടക്കുകയും ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വഫാത്തിന് ശേഷം സൗദ ബിന്ത് സമുഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹ വിധവയും 6 കുട്ടികളുടെ മാതാവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു. 9ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം ജീവിതം ആരംഭിച്ചത്. അവർ ബുദ്ധിമതിയും ചെറുപ്പക്കാരിയുമായിരുന്നു. മിക്ക ശർഈ നിയമങ്ങളും അവതീർണമായ സമയത്ത് അല്ലാഹു തആല അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാക്കി കൊടുത്തത് ദീനീ വിജ്ഞാനം ലോകത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. അക്കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ ഭർത്താവ് വഫാത്തായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സമീപിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അവർ അത് സ്വീകരിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താൽപര്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. ബദർ യുദ്ധത്തിൽ ഷഹീദായ ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് ബിന്ത് ഹുസൈമ റളിയല്ലാഹു അൻഹായെ ഹിജ്റ 3ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഭർത്താവ് അബൂ സലമ വഫാത്തായപ്പോൾ ഉമ്മു സലമ ബിന്ത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഹിജ്റ 4ാം വർഷമാണ് ഇത് നടന്നത്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ ഹാരിസിന്റെ മകൾ ജുവൈരിയ മുസ്ലിം സൈന്യത്തിന്റെ പിടിയിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട് അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് കാരണം ബനുൽ മുസ്തലിഖിലെ എല്ലാ ബന്ധനസ്ഥരും മോചിതരായി. സൈനബ് ബിന്ത് ജഹ്ഷിൻ റളിയല്ലാഹു അൻഹ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവർ തമ്മിൽ സ്വരചേർച്ചയില്ലാതായി. അദ്ദേഹം അവരെ വിവാഹമോചനം നടത്തിയപ്പോൾ അല്ലാഹു തആല അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഹിജറയുടെ 5ാം വർഷമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാന്റെ മകൾ റംല എന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. ഭർത്താവിന്റെ കൂടെ അവർ ഹബിഷയിലേക്ക് ഹിജ്റ പോയതായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇതിനെ തുടർന്ന് നജ്ജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. ഭർത്താവായ അബൂ റഹം മരിച്ചതിനെ തുടർന്നാണ് ഹാരിസിന്റെ മകൾ മൈമൂന റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത്. ജൂതഗോത്ര തലവൻ ഹുബയ്യിബ്നുൽ അഹ്തബിന്റെ മകൾ സഫിയ റളിയല്ലാഹു അൻഹ യുദ്ധ തടവുകാരിൽ പെട്ടു. നേതാവിന്റെ മകൾ എന്ന നിലയിൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വീകരിക്കണമെന്ന് സ്വഹാബികൾ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. അപ്പൊ എത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.